Always it is like that. കേരള കോൺഗ്രസ് UDF-ലേക്ക് മടങ്ങി വന്നത് UDF-നെ ശക്തിപ്പെടുത്തുന്ന ഒരു നടപടിയാണ്. കഴിഞ്ഞ 2 വർഷമായി എല്ലാ KPCC യോഗങ്ങളിലും UDF യോഗങ്ങളിലും കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യമാണ് ഉണ്ടായിരുന്നത്. എല്ലാ UDF യോഗങ്ങളിലെയും ചർച്ചകൾ അവസാനം എത്തിച്ചേരുന്നത് കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. എല്ലാ UDF ഘടകകക്ഷികളും ഏകകണ്ഠമായി കഴിഞ്ഞ 2 വർഷക്കാലം ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരണം എന്നുള്ളത്. ഇന്ന് ഇപ്പോൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ചില നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ള അഭിപ്രായം ഇതുതന്നെയായിരുന്നു. കഴിഞ്ഞ 2 വർഷക്കാലമായി അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടത്. അതിൻ്റെ കാരണം കേരള കോൺഗ്രസ് കൂടി മുന്നണിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നണി ശക്തിപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. മുന്നണി ശക്തിപ്പെടുക മാത്രമല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായും കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ നടപടികൾക്കെതിരായും കൂടുതൽ ശക്തിയോടുകൂടി പോരാടുവാൻ ഇന്നിത് ആവശ്യമാണ് എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ UDF-ഉം KPCC-യും എല്ലാ ഘടകകക്ഷികളും ഒറ്റക്കെട്ടായി നിരവധി തവണ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടിയോട് ഇത് ചർച്ചകൾക്ക് വേണ്ടി നിയോഗിച്ചത്. അല്ലാണ്ട് കുഞ്ഞാലിക്കുട്ടി സ്വയം കയറി ഒരു ചർച്ചയ്ക്ക് തയ്യാറായതല്ല. കുഞ്ഞാലിക്കുട്ടി ആ ചർച്ചകളുമായി മുന്നോട്ട് പോയത് ഇത്രയും ഉറച്ച ഒരു അഭിപ്രായ ഐക്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ ചർച്ചകളുമായി മുന്നോട്ട് പോയതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഇപ്പോൾ UDF-ലേക്ക് കേരള കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ്. ഇത് ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. RSP മുന്നണിയിലേക്ക് വന്നു. 5 മിനിറ്റ് കൊണ്ടാണ് ശ്രീ VM സുധീരൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാനും ഉമ്മൻചാണ്ടിയും സുധീരനും കൂടി തീരുമാനമെടുത്തത്. 5 മിനിറ്റേ എടുത്തുള്ളൂ. ഞങ്ങൾ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ കൊല്ലം സീറ്റ് അന്ന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം 5 മിനിറ്റ് കൊണ്ട് എടുത്തതാണ്. പല ആളുകളും ഞങ്ങളെ വിളിച്ചു പറഞ്ഞതാണ്, ഇത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അത് ബുദ്ധിമുട്ടുണ്ട്, പീതാംബരക്കുറുപ്പ് ജയിച്ചതാണ്, കൊടുക്കരുതെന്ന് പറഞ്ഞതാണ്. പക്ഷെ RSP മുന്നണിയിൽ വരേണ്ടത് ഒരു ആവശ്യമായതുകൊണ്ടും പ്രേമചന്ദ്രൻ നല്ലൊരു പാർലമെന്റേറിയൻ ആയതുകൊണ്ടും ഞങ്ങൾ 3 പേരും കൂടി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ഒരു കമ്മിറ്റിയിലും അന്ന് ആലോചിച്ചില്ല. 2, ഇവിടെ കേരള ജനതാദൾ നേതാവ് വീരേന്ദ്രകുമാർ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സന്ദർഭത്തിലെടുത്ത തീരുമാനം, ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം പരാജയപ്പെട്ടാൽ രാജ്യസഭാ സീറ്റ് നൽകും എന്നുള്ളത്. ആ തീരുമാനവും ഞങ്ങൾ 3 പേരും കൂടെ എടുത്തതാണ്. അതും 5 മിനിറ്റ് കൊണ്ടെടുത്ത തീരുമാനമാണ്. ഇതുപോലെ നിരവധി തവണ നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയം, രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങൾ, അതെല്ലാം ലീഡർഷിപ്പ് കൂടി എടുക്കുന്ന തീരുമാനങ്ങളാണ്. അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പല ഘട്ടങ്ങളിലും. അല്ലാണ്ട് KPCC എക്സിക്യൂട്ടീവ് വിളിച്ചു കൂട്ടിയിട്ട് ഇതൊന്നും തീരുമാനിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ലീഡർഷിപ്പിലിരിക്കുന്ന KPCC പ്രസിഡന്റും പാർട്ടി ലീഡറും മുൻ മുഖ്യമന്ത്രിയും കൂടി ഇത്രയും തീരുമാനങ്ങൾ കഴിഞ്ഞ കാലത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? വളരെ നാളുകളായി 2 വർഷങ്ങളായി KM മാണി ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരണമെന്നുള്ള ഒരാവശ്യം ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടന്നത്. തന്നെയുമല്ല, രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വരുമ്പോൾ ഒന്ന് കേരള കോൺഗ്രസ് കൂടി അവരുടെ സീറ്റ് കൂടി ഒഴിയുന്നുണ്ട്. 3 സീറ്റാണ് ഒഴിയുന്നത്. ഒന്ന് കോൺഗ്രസിൻ്റെ ശ്രീ PJ കുര്യൻ സാറിൻ്റെ സീറ്റ്, 2 ജോയി എബ്രഹാമിൻ്റെ, 3
ശ്രീ നാരായണൻ CPM-ന്റെ സീറ്റ്. ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷത്തായതുകൊണ്ട് നമ്മുടെ അംഗബലം അനുസരിച്ച് ഒരു സീറ്റേ കിട്ടുള്ളൂ. ഞങ്ങൾ അവരുമായി നിരവധി തവണ സംസാരിച്ചതാണ്. ഇത് കോൺഗ്രസ് ഇത്തവണ മത്സരിക്കട്ടെ, അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ കേരള കോൺഗ്രസ് വളരെ കടുത്ത നിലപാട് ഇക്കാര്യത്തിലെടുത്തു. അവസാനം തീരുമാനിച്ച വൺ ടൈം, ഒരു തവണ മാത്രമേ ഈ സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടുന്നില്ല. ഈ സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടുന്നില്ല ഒരു തവണ മാത്രം. പണ്ട് 2 സീറ്റ് ഉള്ളപ്പോഴാണ് 1 കൊടുത്തത്. ഇപ്പോൾ അവരുടെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു തവണ ഒരു സീറ്റ് കൊടുക്കാനുള്ള തീരുമാനമാണ്. കോൺഗ്രസിന് എല്ലാം ചെയ്യുന്നതിന് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 2 സീറ്റും ആ 2 സീറ്റും കോൺഗ്രസിന് തന്നെയാണ്. അപ്പൊ കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുന്നില്ല. ഇതൊന്നും ആളുകൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. ആളുകൾ ധരിക്കുന്ന കോൺഗ്രസിന്റെ സീറ്റ് കേരള കോൺഗ്രസ് വിട്ടുകൊടുത്തില്ല. കേരള കോൺഗ്രസിന് 2 സീറ്റ് കിട്ടുമ്പോൾ 1 കിട്ടുന്നത് പ്രീപോൺ ചെയ്ത് ഒരു സീറ്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് മുന്നണിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ചെയ്ത ഒരു സ്പെഷ്യൽ കേസ് മാത്രമാണ്. അല്ലാണ്ട് കോൺഗ്രസിന്റെ സീറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. തെറ്റായ പ്രചരണമാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ 2021 കോൺഗ്രസ് നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ഈ 2 സീറ്റ് ലഭിക്കാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെയായിരിക്കും. മുൻകാലഘട്ടങ്ങളിൽ ഇങ്ങനെ പല വിട്ടുവീഴ്ചകളും പലരും ചെയ്തിട്ടുണ്ട്. ശ്രീ AK ആന്റണിക്ക് വേണ്ടി വഹാബ് സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് മുസ്ലിം ലീഗ് രാജ്യസഭാ സീറ്റ് ക്ലെയിം ചെയ്തപ്പോൾ ഞാൻ അന്ന് സംസാരിച്ചവർ മാറിയിട്ടുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ചില ധാരണകൾ വേണ്ടിവരും. അങ്ങനെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ട് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. UDF-ൽ ചില കാലഘട്ടങ്ങളിൽ ചിലത് ഇപ്പൊ കോൺഗ്രസിന്റെ സീറ്റായിരുന്നു വീരേന്ദ്രകുമാറിന് കൊടുക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം ആ സീറ്റ് പോയി എന്നുള്ളതാണോ? അല്ലല്ലോ. ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ആ മുന്നണിയുടെ താല്പര്യത്തിനും ജനങ്ങളുടെ താല്പര്യത്തിനും വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പൊ ആ തീരുമാനം എടുത്തത് 100% സംസ്ഥാനത്തിനും ഗുണകരമാണ്, നമ്മുടെ UDF-നും ഗുണകരമാണ്, കോൺഗ്രസ് പാർട്ടിക്കും ഗുണകരമാണ്. ലീഗും കോൺഗ്രസും ഏതാനും ചെറിയ കക്ഷികളും കൂടി ആയാൽ UDF ബലപ്പെടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം 2 വർഷം എല്ലാ തലങ്ങളിൽ ചർച്ച ചെയ്തെടുത്തിട്ടുള്ളത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ തീരുമാനം ഞങ്ങളുടെ ഈ അഭിപ്രായത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്തുണ അതിന് അനുമതി നൽകിയാണ് ഉണ്ടായത്. തീരുമാനം ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ പൂർണ്ണമായി അത് ഉൾക്കൊള്ളുന്നു, ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. കാരണം കേരള കോൺഗ്രസ് എല്ലാ കക്ഷികളെയും, ഇവിടെ പല കക്ഷികൾക്കുമെതിരെ സമരം നടത്തിയ ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരോടൊപ്പം കൂട്ടി, ചെറുതും വലുതുമായി എത്രയോ കക്ഷികളെ കൂട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പം മുന്നണി ബലപ്പെടുത്താനും ജനങ്ങളുടെ താല്പര്യത്തിനും കേരളത്തിൽ UDF തിരിച്ചു വരാനും മാത്രമല്ല 17 സീറ്റിൽ പാർലമെന്റിൽ നിൽക്കുന്ന കോൺഗ്രസാണ്. 3 സീറ്റേ ഘടകകക്ഷികൾ മത്സരിക്കുന്നുള്ളൂ. ആ സാഹചര്യത്തിൽ 17 പാർലമെന്റ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് കൂടുതൽ കക്ഷികളുടെ സഹായവും പിന്തുണയും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ജയിക്കാൻ കൂടുതൽ കക്ഷികളുടെ സഹായം തേടുന്നത് രാഷ്ട്രീയമായ ആവശ്യമാണ്. അല്ലാണ്ട് ഈ സീറ്റ് പൂർണ്ണമായി ബലികഴിച്ചു കൊടുത്തു എന്നുള്ള പ്രചരണങ്ങളൊന്നും ശരിയല്ല. ഇതെല്ലാം മുന്നണി രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നതാണ്. എത്രയോ തവണ കേരള കോൺഗ്രസിന് സീറ്റ് കൊടുത്തില്ല. 9 തവണ കണ്ട് അവരെ പറഞ്ഞ് കളിപ്പിച്ച ചരിത്രം ഇവിടെയുണ്ട്. അതൊക്കെ മുന്നണിയിൽ ഉണ്ടാകുന്നതാണ്, ചില ഘട്ടങ്ങളിൽ ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പൊ ഇത് വസ്തുത അറിയാതെ ഇത്തരം പ്രശ്നങ്ങൾ പത്രമാധ്യമങ്ങളിൽ ഉയർത്തിവിടുന്നത് ശരിയല്ല എന്ന് എനിക്ക് പറയാം. കാരണം ഇത് ആളുകൾക്ക് വസ്തുത അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ തീരുമാനം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തീരുമാനമാണ്, UDF-ന് ഗുണകരമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന തീരുമാനമാണ് എന്നാണ് എനിക്ക് പറയാൻ. അത് ഞാൻ പറഞ്ഞല്ലോ, സുധീറിന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ തീരുമാനമുള്ളത്. ഏത് കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ടാണ് തീരുമാനം എടുത്ത്? ഞങ്ങൾ 3 കൂടെ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണല്ലോ മിക്കവാറും തീരുമാനങ്ങൾ. അതൊക്കെ വേണ്ടി വരും. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, അദ്ദേഹം സീനിയർ നേതാവാണ്. ആ ചില സന്ദർഭങ്ങളിൽ അത്തരങ്ങൾ തീരുമാനങ്ങൾ വേണ്ടി വരും. അതൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു കാരണവശാലുമില്ല കേരളത്തിലെ BJP-യെ നിലംപരിശാക്കും.
ഞങ്ങൾ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അങ്ങനെയൊന്നും ഒരു ആശങ്കയും വേണ്ട. കേരളത്തിലെ BJPയെയും ഇടതുമുന്നണിയെ നിലംപരിശാക്കി UDF തിരിച്ചു വരും. ഇത് എത്ര വെല്ലുവിളി നമ്മൾ നേരിട്ടിട്ടുണ്ട്, എത്രയോ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസോ UDFോ തകർന്നു പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു ആശങ്കയും വേണ്ട. UDFും കോൺഗ്രസും തിരിച്ചു വരും, ഭൂരിപക്ഷ സീറ്റുകൾ നേടും. ഇന്നത്തെ ഈ തീരുമാനം അതിൻ്റെ ആദ്യ പടിയാണ്. നിങ്ങൾ കാത്തിരിക്കുക, ഇനിയും തീരുമാനങ്ങളുണ്ടാവും, ഇനിയും വലിയ വലിയ തീരുമാനങ്ങളുണ്ടാവും. അതുകൊണ്ട് പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ പറയുന്നത്, UDF തിരിച്ചു വരും. അത് അവർക്ക് ഈ വസ്തുതകളെല്ലാം അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഈ വസ്തുത ഒന്ന് പറഞ്ഞാൽ മതി. ചില കാര്യങ്ങൾ അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അവരെ തെറ്റ് പറയില്ല. കാരണം അവർ ധരിച്ചിരിക്കുന്നത് എന്നേക്കുമായിട്ട് കേരള കോൺഗ്രസിന് എന്തോ അടിയറ വെച്ചു. അങ്ങനെയൊന്നുമില്ല. ഈ സീറ്റ് 2021 കൊടുക്കേണ്ടത് 2018 കൊടുത്തേ ഉള്ളൂ. അപ്പോൾ 21 ആകുമ്പോൾ 2 സീറ്റ് നമുക്ക് കിട്ടും. അത് കോമ്പൻസേറ്റ് ചെയ്യും. അങ്ങനെയുള്ള സംഭവം ഒരു മുന്നണിയിലേക്ക് ഒരു ഘടകകക്ഷി എടുക്കുമ്പം ചില കാര്യങ്ങളൊക്കെ അവർക്കും അവരുടെ കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരില്ലേ? അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങൾ അറിയാതെയാണ് പലപ്പോഴും ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ മാധ്യമങ്ങൾക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് ന്യൂസിനോടാണ് കൂടുതൽ താല്പര്യം. അതിപ്പം നിങ്ങളുടെ ആരുടെയും കുറ്റമല്ല, ഇന്ത്യയിൽ ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. അല്ല, ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ഇതൊന്നും അത് പല ഘട്ടങ്ങൾ വേണ്ടി വരും ചില ഘട്ടങ്ങളിൽ, അനിവാര്യമായ ചില ഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും. പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഞാൻ അത്തരം കോൺട്രവേഴ്സി കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കുര്യൻ സാറ് വളരെ സമുന്നതനായ നേതാവാണ്. വ്യക്തിപരമായി എന്നോട് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ്, ഒരു സംശയമില്ല. അദ്ദേഹത്തിന് ഏത് സാധനം കിട്ടുന്നതിലും സന്തോഷമുള്ള ഒരാളാണ്. പക്ഷെ നമുക്ക് മുന്നണിയുടെ താല്പര്യത്തിന് വേണ്ടി ചില തീരുമാനങ്ങൾ എനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ പീതാംബരക്കുറിപ്പിൽ സീറ്റ് മാറ്റിയത് കൂടാരങ്ങളുണ്ടാവും. അതൊക്കെ പാർട്ടിയുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തരുത്. ഞങ്ങൾ 3 പേരും കൂടി ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയിൽ ആ നേതാക്കന്മാരെ വരുമ്പോൾ ആളുകൾ തെറ്റില്ല. നിങ്ങളുടെ കുറ്റമല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കുറ്റമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിസ്കണക്ട് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ നടപടി ഉണ്ടാവും. നിങ്ങളത് കാത്തിരുന്ന് കാണും. ഭൂരിപക്ഷം ചെയ്യാൻ നല്ല അല്ലെ അടുത്ത ഗവൺമെന്റ് വരുന്ന കാര്യമാണ്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഗവൺമെന്റിനോട് ഒരു സംശയമാണ്. ഞാൻ പൂർണ്ണ ആത്മവിശ്വാസമാണ്, ശുഭാപ്തി വിശ്വാസിയാണ്. കേരളത്തിലെ കോൺഗ്രസും UDFും വൻ തോതിൽ തിരിച്ചു വരും, ഒരു സംശയമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 8 ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചില്ലേ? കണക്കുകൊണ്ട് പരാജയത്തെ പരാജയമായി തന്നെ കാണുന്നു. ഞാൻ നിയമസഭയിലും പറഞ്ഞല്ലോ, കണക്കുകൊണ്ടൊന്നും പറയും. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച ഒരു മുന്നണി ഉണ്ടാവില്ല. ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമ്പോൾ എല്ലാം തീർന്നു പോയോ? അങ്ങനെ നിരാശപ്പെടരുത്. ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകും. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് UDFനെ കാണുന്നത്. ഒരു സംശയം ഉണ്ടാക്കാൻ അങ്ങനെയൊന്നുമില്ല. ആ ഭാഗ്യമാണ്, നിങ്ങൾ അറിയാത്ത ഭാഗ്യം ഉണ്ടാകും. കേരളത്തിൽ നല്ല കാര്യം ഒന്നുമില്ല. കേരള കോൺഗ്രസുമായിട്ട് ഒരു ഉപാധിയിൽ മാത്രമല്ല, അതിപ്പോ ഈ ചർച്ചയിൽ വന്നാണ്, ഉപാധിയൊന്നുമല്ല, ചർച്ചയിൽ വന്ന കാര്യമാണ്. പാർലമെന്റ് അല്ല, പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്തുകള്, സഹകരണ സംഘങ്ങൾ, അതെല്ലാം ആ എഗ്രിമെന്റുകൾ പാലിക്കും. കോട്ടയം ജില്ലാ പഞ്ചായത്ത് രാജിവെക്കും. ഇങ്ങനെയുള്ള എല്ലാ നടപടിയും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം UDF നിങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, UDF തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. UDFിലെല്ലാം രമേശ് ചെന്നിത്തല UDF ചെയർമാൻ ആയതോടുകൂടി ഓരോ കക്ഷികൾ വിട്ടുപോകാണ് പറഞ്ഞു പറഞ്ഞല്ലോ. അതേ ആളിനെ ഞാനിരിക്കുന്നത്. എന്നോട് ചോദിച്ച ചോദ്യം മറക്കരുത്. അതുകൊണ്ടല്ല
അതുകൊണ്ടല്ല, മുന്നേ ശക്തിപ്പെടുത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ശരി ശരി. നിങ്ങൾ ഈ മൈക്ക് കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് ഓക്കെ